എല്ലാവർക്കും സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇന്നത്തെ കഥയിൽ ആദ്യമേ കാണിക്കുന്നത് നമ്മൾ ഇന്നലെ കണ്ട പ്രൊമോയില്ലേ, ആ പ്രൊമോയൊക്കെ തന്നെയാണ്. പട്ടികളെല്ലാം കൂടി ഇങ്ങനെ ഓടി വരുന്നു. അന്നേരം സ്റ്റാൻലി അവിടെ ഇരിപ്പുണ്ട്, മദ്യപിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. അങ്ങനെ പട്ടീനെ എല്ലാം ചുറ്റും ഇരുത്തി അങ്ങനെ ഇരിക്കുന്ന സ്റ്റാൻലിയെ അങ്ങനെ എങ്ങനെയാണോ പ്രൊമോയിൽ കാണിച്ച അതേ രീതിയിൽ തന്നെ കാണിക്കുന്നു. അതിനുശേഷം ഗോവർദ്ധനെയും ബാലേന്ദ്രനെയും കാണിക്കുന്നുണ്ട്. ഗോവർദ്ധൻ വണ്ടി തിരിച്ച് ആ എസ്റ്റേറ്റിലേക്ക് കയറിയതിന് ശേഷം ഇങ്ങനെ അന്താളിച്ചിങ്ങനെ നിൽക്കുവാണേ. എന്നിട്ട് ഇങ്ങനെ നോക്കിയിട്ട് എൻ്റെ അമ്മോ ഇത് ഭയങ്കര വലിയൊരു വീടാണല്ലോ, ഇതിനെ വീടെന്നൊക്കെ പറയാൻ പറ്റുമോ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചിങ്ങനെ അന്തം വിട്ട് നിൽക്കുമ്പോൾ ഈ വീട് കണ്ട് പേടിച്ചിട്ടാണോ വണ്ടി ഇവിടെ നിർത്തിയത്? പഴയ എസ്റ്റേറ്റ് അല്ലേ, അപ്പോൾ ഇത്രയൊക്കെ തന്നെ കാണുമെന്ന് പറയുന്നു. അന്നേരം പേടിയോ? എനിക്ക് പേടിയൊന്നുമില്ല, എൻ്റെ ബാലേട്ടൻ എൻ്റെ കൂടെ ഉള്ളപ്പോൾ ഞാൻ എന്തിനാണ് പേടിക്കുന്നത് എന്ന് ചോദിക്കും. അന്നേരം ഓ അങ്ങനെയാണോ, എനിക്ക് വണ്ടി എടുക്കുക എന്ന് പറയുവാണ്. അങ്ങനെ അവർ പയ്യെ വണ്ടി അകത്തേക്ക് ഓടിച്ച് കയറ്റിക്കൊണ്ട് വരുന്നു. ഗേറ്റിൻ്റെ അവിടെ നിന്ന് വളരെ ദൂരമുണ്ട് വീടിൻ്റെ അങ്ങോട്ട് ചെല്ലുമ്പോഴും ഒരു ഗംഭീരം വീടോ കേട്ടോ. കൊട്ടാരമറ്റത്തിൽ എന്നുള്ള പേരിന് ചേരുന്ന രീതിയിലുള്ള ഒരു അടാറ് വീട്. അത് കണ്ടിട്ട് ഗോവർദ്ധൻ്റെ കണ്ണിങ്ങനെ തള്ളിയപ്പോണ്ട്. ഏതായാലും വണ്ടി കൊണ്ടേ മുറ്റത്ത് നിർത്തി കഴിയുമ്പം നിരന്ന് കിടക്കുവാണ് നല്ല ഒന്നാന്തരം പട്ടികൾ. ഒരു വണ്ടി കൊണ്ട് നിർത്തിയപ്പം ജസ്റ്റ് ഒന്ന് നോക്കുന്നു, എന്നിട്ട് മിണ്ടാതെ നിൽക്കുവാണ്. അന്നേരം ദേ നോക്കിയോടോ എത്ര എണ്ണോ കിടക്കണേ നോക്കി, കൊള്ളാലോ ഇനങ്ങൾ എന്നിങ്ങനെ പറയുന്നുണ്ട് ബാലേന്ദ്രൻ. എന്നിട്ടിങ്ങനെ ഇറങ്ങാൻ തുടങ്ങുമ്പം ബാലേട്ടൻ എന്താ ഈ കാണിക്കുന്നത്, അതുങ്ങൾ എന്തെങ്കിലും ചെയ്താലോ, അതുകൊണ്ട് ഇവിടെ തന്നെ ഇരിക്കും, ആരെങ്കിലും ഇറങ്ങി വരട്ടെ എന്ന് പറയുന്നു. അന്നേരം ബാലേന്ദ്രൻ ചോദിക്കുന്നുണ്ട്, നമ്മളിവിടെ വന്ന് കിടന്നിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ നമ്മളിവിടെ വന്നിട്ടുണ്ടെന്ന് അകത്തുള്ളവരിങ്ങനെ അറിയുന്നേ, അവരെ വിളിക്കണ്ടേ എന്ന് ചോദിക്കുമ്പം വേണ്ട ബാലേട്ടൻ, ഞാൻ ഓൺ അടിക്കാം എന്ന് പറയുന്നു. ഭയങ്കര പേടിയാട്ടോ ഗോവർദ്ധന്. അന്നേരം ബാലേന്ദ്രൻ പറയും, ഓൺ അടിച്ചാലൊന്നും ശരിയായില്ല, താൻ എന്ന് ഈ പറയുന്നതെന്ന് ചോദിക്കും. എന്നിട്ട് വണ്ടിയിൽ നിന്ന് ബാലേന്ദ്രൻ ഇറങ്ങുമ്പം അവിടെ അനങ്ങാണ്ട് കിടന്ന പട്ടിയെല്ലാം പയ്യൊന്ന് കുരയ്ക്കും. എന്നിട്ടൊന്ന് അലേർട്ടായിട്ട് നിൽക്കില്ലേ, അതുപോലെ നിൽക്കുവാണ്. ബാലേന്ദ്രനും വലിയ പേടിയൊന്നും ഇല്ല എന്ന് പറഞ്ഞ് ഇറങ്ങിയാലും അവരൊന്ന് അനങ്ങി ഇരിക്കുന്ന കാണുമ്പോൾ ചെറിയൊരു പേടിയൊക്കെ ബാലേന്ദ്രൻ്റെ മുഖത്തും വരുന്നുണ്ട്. ബാലേന്ദ്രൻ പയ്യെ തിരിഞ്ഞ് ഗോവർദ്ധൻ്റെ മുഖത്തേക്ക് നോക്കുന്നുണ്ട്. ഗോവർദ്ധൻ്റെ മുഖത്താണെങ്കിൽ രക്തപ്രസാദം പോലും ഇല്ല, പേടിച്ച് വിറച്ച് നിൽക്കുക കേട്ടോ. ഏതായാലും ഈ പട്ടി കുരയ്ക്കുന്നുണ്ടല്ലോ, അതുകൊണ്ട് തന്നെ അകത്തുനിന്ന് ഒരാൾ ഇറങ്ങി വരുന്നു. എന്നിട്ട് ഓടരുതേ എന്ന് പറയുന്നുണ്ട് അകത്തുനിന്ന് ഇറങ്ങി വന്ന ആൾ. അയാൾ നേരെ വന്ന് ബാലേന്ദ്രൻ്റെ ഫ്രണ്ടിൽ നിൽക്കുന്നു. ഇത് സ്റ്റാൻലിയുടെ ഓർഡർലി ആയിരുന്ന ആളാണ് പട്ടാളത്തിൽ. അപ്പം സ്റ്റാൻലിയുടെ കാര്യങ്ങളൊക്കെ നോക്കി കൂടെയുണ്ട് ഒരു കാര്യസ്ഥനായിട്ട്. ഏതായാലും അങ്ങനെ ഇറങ്ങി വന്നിട്ട് ആരാ എന്താ എന്നൊക്കെ ചോദിക്കുന്നു. അന്നേരം ഞാൻ അങ്ങ് പാലയിൽ നിന്ന് വരുവാണ്, എനിക്ക് സ്റ്റാൻലി ജോസഫിനെ ഒന്ന് കാണണമായിരുന്നു, ഇവിടെ ഇല്ലേ മേജർ എന്ന് ചോദിക്കും. അന്നേരം അങ്ങേര് പറയും, ഉണ്ട്, സാറില്ലാത്ത സമയങ്ങളിൽ ഗേറ്റ് അടച്ചിട്ടേക്കും, ഗേറ്റ് തുറന്നിട്ടേക്കുവാണെങ്കിൽ സാർ ഇവിടെ ഉണ്ട് എന്നാണ് അർത്ഥം, ആര് വന്നു എന്നാണ് ഞാൻ അകത്ത് പോയി പറയേണ്ടത് എന്നോട് ചോദിക്കും. അന്നേരം ബാലേന്ദ്രൻ പറയുന്നുണ്ട്, എൻ്റെ പേര് ബാലേന്ദ്രൻ എന്നാണ്, പാലയിൽ നിന്നുള്ള ഒരു ബിസിനസ്സുകാരനാണ് എന്ന് പറഞ്ഞാൽ മതി എന്ന് പറയുമ്പോൾ ഒന്നിങ്ങനെ സംശയിച്ചൊന്ന് നോക്കി നിൽക്കും. എന്നിട്ട് അങ്ങേര് അകത്തേക്ക് പോവാണ്. അത് കഴിയുമ്പോൾ ബാലേന്ദ്രൻ തിരിഞ്ഞു നോക്കും, ഗോവർദ്ധൻ അവിടെ നിൽപ്പുണ്ട് പേടിച്ച് വിറച്ചാൽ നിൽക്കുന്നത്. അന്നേരം ബാലേന്ദ്രൻ ഗോവർദ്ധൻ്റെ അടുത്തോട്ട് വന്നിട്ട് ചോദിക്കും, താൻ എന്തിനാണോ ഇങ്ങനെ പേടിക്കുന്നത്, അതോ അവറ്റകളൊന്നും ചെയ്യില്ല എന്ന്. അന്നേരം ചെയ്യില്ല എന്ന് എനിക്കറിയാം, എങ്കിലും ഞാനിവിടെ നിന്നോളാം എന്ന് പറയും. എന്നിട്ട് ചാടി വണ്ടി കയറി ഇരിപ്പണ്ടേ, ഇതിനിടയ്ക്കൊന്ന് വണ്ടിയിൽ ചാടി കയറിയതാണ്. അത് കഴിഞ്ഞപ്പോൾ അയാൾ വന്നപ്പോൾ ഒന്ന് വണ്ടിയിൽ നിന്ന് ഇറങ്ങി വന്നതാണ്. ഗോവർദ്ധന് നല്ല പേടിയുണ്ട് കേട്ടോ. ഈ സമയം സ്റ്റാൻലിയെ കാണിക്കുന്നുണ്ട്. സ്റ്റാൻലി താഴെ ആരോ വന്നു എന്നറിഞ്ഞിട്ട് വീടിൻ്റെ മുകളിലത്തെ നിലയിൽ നിന്ന് താഴോട്ട് ഇറങ്ങി വരുന്നുണ്ട്. ഒരു ഗംഭീര വീടെന്ന് പറഞ്ഞാൽ അമ്മാതിരി ഒരു വീട്. ഇറങ്ങി വന്ന് താഴെ ഒരു സോഫയിലിരിക്കുന്നു. ഫുൾ ടൈം മദ്യം കഴിക്കുന്ന ആളാണ് ആ ചായക്കടക്കാരൻ പറഞ്ഞ പോലെ തന്നെ. അന്നേരവും കുപ്പിയും ഗ്ലാസ്സും എല്ലാം ടേബിളിലുണ്ട്. ഒരു പട്ടി അടുത്തും ഇരിപ്പുണ്ട്. എന്നിട്ട് പട്ടിയോട് പറയുവാണ്, നമുക്ക് പരിചയമില്ലാത്ത ഒരു സ്ട്രേഞ്ചറാണ് വരുന്നത്, നമുക്ക് നോക്കാലേ എന്നൊക്കെ പട്ടിയോട് സംസാരിക്കുന്നതായിട്ടും കാണിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് ബാലേന്ദ്രനെ അകത്തേക്ക് കൂട്ടിക്കൊണ്ട് ചെല്ലുവാണ് ആ കാര്യസ്ഥൻ. അയാൾ വന്ന് വിളിക്കുന്നു, അകത്തേക്ക് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ടെന്ന് പറയും. ബാലേന്ദ്രൻ അകത്തോട്ട് കയറി വരുന്നു. അങ്ങനെ സ്റ്റാൻലിയുടെ ഫ്രണ്ടിലോട്ട് എത്തുമ്പോഴേക്കും അവിടെ സോഫയിലിരുന്ന ഒരു പട്ടി താഴോട്ട് ഇറങ്ങി വന്നിട്ട് ബാലേന്ദ്രൻ്റെ ചുറ്റും നടന്നു മണക്കുവാണ്. അന്നേരം ബാലേന്ദ്രൻ ചെറിയൊരു പേടി വരുന്നുണ്ട്. അന്നേരം സ്റ്റാൻലി പറയും, പേടിക്കുമൊന്നും വേണ്ട, അതൊരു സെക്യൂരിറ്റി ചെക്കപ്പ് ആണ് എന്ന്. ഏതായാലും ആ പട്ടിയുടെ സെക്യൂരിറ്റി ചെക്കപ്പ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം അതങ്ങ് മാറിയിരിക്കുന്നുണ്ട്. അന്നേരം സ്റ്റാൻലി സോഫയിൽ നിന്നേക്കും. എന്നിട്ട് സ്വയം പരിചയപ്പെടുത്തുവാണ്, ഞാൻ കൊട്ടാരമറ്റത്തിൽ സ്റ്റാൻലി ജോസഫ് എന്ന് പറഞ്ഞാൽ കൈ കൊടുക്കുവാണ്. ഷേക്ക് ഹാൻഡ് കൊടുക്കാൻ വേണ്ടി കൈ നീട്ടും. അന്നേരമാണ് ബാലേന്ദ്രൻ്റെ മുഖത്തേക്ക് ആ വൈജയന്തിയോട് തോന്നിയിരുന്ന അതേ ദേഷ്യം മുഖത്തേക്ക് വരുന്നു. ദേഷ്യവും സങ്കടവും ഒക്കെ വരുന്ന ആ മുഖം കാണുമ്പോൾ നമുക്കറിയാം സ്വന്തം ജീവിതം ഇങ്ങേരൂടെ കൂടിയാണല്ലോ തകർത്ത് കളഞ്ഞത് എന്നുള്ള ആ സങ്കടമൊക്കെ മുഖത്ത് വരുന്നുണ്ട്. ഒരു സെക്കൻഡ് ഒന്ന് ഇങ്ങനെ ആലോചിച്ച് നിൽക്കുവാണ്. അന്നേരം സ്റ്റാൻലി കൈ നീട്ടി പിടിച്ച് നിൽക്കുവാണല്ലോ. സ്റ്റാൻലിക്കും ചെറിയൊരു സംശയം, ഇതെന്താ ഇങ്ങനെയെന്ന്.
അന്നേരത്തേക്കും പെട്ടെന്ന് ആ ഒരു ഓർമ്മയിൽ നിന്നങ്ങ് മാറിയിട്ട് ബാലേന്ദ്രൻ ഏതായാലും കൈ കൊടുക്കും. എന്നിട്ട് ഞാൻ ബാലേന്ദ്രൻ എന്ന് പറയുന്നുണ്ട്. എവിടെ നിന്നാണ് വരുന്നത് എന്ന് ചോദിക്കുമ്പോൾ പാലയിൽ നിന്നാന്ന് പറയും. പാലയിൽ നിന്ന് എന്ന് പറഞ്ഞ് ഇങ്ങനെ ഒന്ന് ആലോചിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ സ്റ്റാൻലി. ഏതായാലും ഇരിക്കാൻ പറയും. ഇരുന്നതിന് ശേഷം ബാലേന്ദ്രൻ ചോദിക്കുന്നുണ്ട് ഇവിടെ പട്ടികളെ കൊടുക്കാറുണ്ടോ എന്ന്. അന്നേരം സ്റ്റാൻലി പറയും പട്ടികളെ കൊടുക്കാറില്ല, ഞാൻ വാങ്ങാറുണ്ട്, വാങ്ങി വളർത്താറുണ്ട്, വളർത്തിയിട്ട് കൊടുക്കുന്ന പരിപാടി എനിക്കില്ല എന്ന് പറയും. അന്നേരം അതേതായാലും നന്നായി എന്ന് പറയുമ്പം സ്റ്റാൻലി പറയുന്നുണ്ട് ഈ ലോകത്ത് നമുക്ക് വിശ്വസിക്കാമെന്ന ഒരേ ഒരു വർഗം പട്ടിയാണ്. അതുങ്ങളെ സ്നേഹിച്ചിട്ടുണ്ടെങ്കിൽ അവർ ആ സ്നേഹം നന്ദിയും സ്നേഹവും കൂറും ഒക്കെ ആയിട്ട് തിരിച്ച് തരും. പക്ഷേ മനുഷ്യരങ്ങനെയല്ല, മനുഷ്യർ ചതിക്കും എന്ന് പറയുമ്പം ബാലേന്ദ്രൻ പറയുന്നുണ്ട് അതെനിക്ക് അറിയാം, മനുഷ്യന്മാർ ചതിക്കും, മനസ്സിൽ ദേഷ്യം വെച്ചുകൊണ്ട് പല്ലിറുമിക്കൊണ്ട് ചിരിച്ചു കാണിക്കും, അങ്ങനെയുള്ളവരെ എനിക്കറിയാം എന്ന് പറയുമ്പം അത് കറക്റ്റാണ് എന്ന് സ്റ്റാൻലിയും പറയുന്നു. അന്നേരം ബാലേന്ദ്രൻ പറയുന്നുണ്ട് എനിക്കറിയാവുന്ന ഒരു പെൺകുട്ടിയുണ്ട് അലീന, അവളെ സ്നേഹിക്കുന്ന പട്ടികളെ ഞാൻ കണ്ടിട്ടുണ്ട്. അവൾ പട്ടിയെ വളർത്തുന്നൊന്നുമില്ല, പക്ഷേ അവൾ ഏത് പട്ടിയെ കണ്ടാലും അവളുടെ അടുത്തേക്ക് അത് ഓടി വരും, അവളെ സ്നേഹിക്കും. യജമാനന്മാർ പട്ടിയെ മുറുക്കി പിടിച്ചേക്കുവാണെങ്കിൽ പോലും ആ പിടി പിടിച്ച് അത് ഓടി വരുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് എന്നൊക്കെ പറയുമ്പോഴത്തേക്കും അത് ഇത്തിരി പറയുന്നതല്ലേ എന്നിങ്ങനെ ചോദിക്കുകയാണ് സ്റ്റാൻലി. അന്നേരം പറയും സത്യമായിട്ടും അങ്ങനെയല്ല, അവൾ റോഡിലൂടെ നടന്നു പോകുമ്പം തെരുവ് പട്ടികൾ പോലും അവളുടെ അടുത്തോട്ട് വരാറുണ്ട്, അവളോട് സംസാരിക്കാറുണ്ട്, അവൾ അതിനോടും തിരിച്ച് സംസാരിക്കും, കൂടെ പോരെ എന്ന് പറഞ്ഞാൽ അത് കൂടെ ചെല്ലും, അങ്ങനെയൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. ഒരിക്കൽ അവൾക്ക് വയ്യാതെ കിടന്നപ്പോൾ അവളെ രക്ഷിച്ചതും എൻ്റെ അയൽപക്കത്തുള്ള ഒരു പട്ടിയാണ്. ആ പട്ടി ബഹളം വെച്ച് അതിൻ്റെ യജമാന്യം കൊണ്ട് ഡോക്ടറായ യജമാന്യം കൊണ്ട് വന്നാണ് അവളെ രക്ഷിച്ചത് എന്നൊക്കെ പറയുമ്പം സ്റ്റാൻലി പറയും അങ്ങനെയാണെങ്കിൽ ഒരിക്കൽ ഇനി ആ പെൺകുട്ടിയെ കൂട്ടി ഇങ്ങോട്ട് വാ, അവൾക്ക് ഈ പട്ടിയൊക്കെ കാണുകയൊക്കെ ചെയ്യാമല്ലോ എന്നിങ്ങനെ പറയുവാണേ. അന്നേരം ബാലേന്ദ്രൻ പറയുന്നുണ്ട് അത് സംസാരിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്, ഇവിടെ അവളെ ഇങ്ങോട്ട് കൊണ്ടുവരുന്ന കാര്യമെന്ന്. അന്നേരം സ്റ്റാൻലിക്ക് ഭയങ്കര സംശയം വരുവാണേ. അന്നേരം സ്റ്റാൻലി ചോദിക്കുന്നുണ്ട് അതെന്താ ബാലേന്ദ്ര അങ്ങനെ സംസാരിച്ചത്, എനിക്ക് താങ്കളെക്കുറിച്ച് ഒന്നും അറിയില്ല, എൻ്റെ കാര്യസ്ഥൻ എന്നോട് വന്ന് പറഞ്ഞ ഒരു കാര്യം മാത്രമേ എനിക്ക് തന്നെപ്പറ്റി അറിയാവുള്ളൂ, പാലയിൽ നിന്ന് വരുന്ന ഒരു ബിസിനസ്സുകാരൻ, അതിനപ്പുറം എന്താണ് എന്ന് ചോദിക്കുന്നു. അന്നേരം ബാലേന്ദ്രനും പറയുന്നുണ്ട് ഞാനും സ്റ്റാൻലിയെ പറ്റി കേട്ടിട്ടുള്ള അറിവ് എനിക്കും ഉള്ളൂ, കണ്ടിട്ടില്ല എന്ന്. അന്നേരം എന്നെപ്പറ്റി കേട്ടിട്ടുണ്ടോ, അതെങ്ങനെയാണ് കേട്ടത് എന്ന് ചോദിക്കുമ്പോൾ അതൊക്കെ ഒരു പഴയ കഥയാണ്, 10-25 വർഷം പഴയ ഒരു കഥയാണ് എന്ന് പറയുമ്പോൾ ഒരു സംശയം സ്റ്റാൻലിക്ക്. എന്നിട്ട് സ്റ്റാൻലി ചോദിക്കും ഇങ്ങോട്ടുള്ള വഴി ആരാണ് പറഞ്ഞു തന്നത് എന്ന്. അന്നേരം ബാലേന്ദ്രൻ പറയുന്നുണ്ട് ഞാൻ സ്റ്റാൻലിയുടെ പപ്പയെ പോയി കണ്ടായിരുന്നു, പപ്പയാണ് ഇങ്ങോട്ടുള്ള വഴിയൊക്കെ പറഞ്ഞു തന്നത് എന്ന് പറയും. അന്നേരം സ്റ്റാൻലി ചോദിക്കും അതെന്തിനാണ് എന്നെ കാണാൻ വേണ്ടി ഇത്രയും ദൂരം താണ്ടി ഇങ്ങോട്ട് വന്നത്, എന്തെങ്കിലും കാര്യം പറയാനുണ്ടോ എന്ന് ചോദിക്കും. അന്നേരം ഒരു കാര്യം പറയാനുണ്ട്, അതങ്ങനെ ഒരു ആവശ്യമില്ലായിരുന്നുവെങ്കിൽ ഇത്രയും ദൂരം താണ്ടി എനിക്ക് ഇങ്ങോട്ട് വരേണ്ട കാര്യമില്ലല്ലോ, അതിൻ്റെ അകത്ത് എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിലേ വരേണ്ട ആവശ്യമുള്ളൂ എന്നിങ്ങനെ പറയുമ്പോഴും ഭയങ്കര സംശയമാണ് സ്റ്റാൻലിക്ക്. എന്നിട്ട് സ്റ്റാൻലി പെട്ടെന്ന് അവിടുത്തെ കാര്യസ്ഥനെ വിളിക്കും. കാര്യസ്ഥനെ വിളിച്ചിട്ട് താൻ എവിടെയായിരുന്നു എന്ന് ചോദിക്കുമ്പം അതെ ഇയാളുടെ കൂടെ വേറൊരാളൂടെ വന്നിട്ടുണ്ട്, അയാൾ പുറത്ത് നിൽപ്പുണ്ട്, അയാളോട് സംസാരിച്ചുകൊണ്ടിരിക്കുമായിരുന്നു എന്ന് പറയും. എന്നിട്ട് സ്റ്റാൻലി ചോദിക്കും എന്താ അയാളെ കൂട്ടിക്കൊണ്ട് വരാറുന്നത്, അതാരാണ് എന്ന്. അന്നേരം ബാലേന്ദ്രൻ പറയുന്നുണ്ട് അതെൻ്റെ അളിയനാണ്, എൻ്റെ കൂടെ വണ്ടി ഓടിക്കാനൊക്കെ ആയിട്ട് കൂടെ വന്നതാണ്, അതുകൊണ്ട് അവൻ അവിടെ നിന്നേ ഉള്ളൂ. പിന്നെ ഞാൻ സംസാരിക്കാൻ പോകുന്ന കാര്യം അത്രത്തോളം കോൺഫിഡൻഷ്യലാണ്, അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ രണ്ടുപേരും മാത്രം അറിയേണ്ടതുമാണ്, അതുകൊണ്ടാണ് കൂടെ കൂട്ടാത്തത് എന്ന് പറയുമ്പം സ്റ്റാൻലിക്കൊരു സംശയം. സ്റ്റാൻലി ആ കാര്യത്തിനോട് പൊയ്ക്കോളാൻ പറയും. എന്നിട്ട് എന്താണ് ബാലേന്ദ്രൻ എന്നോട് പറയാനുള്ളത് എന്ന് ചോദിക്കും. അതുപോലെ ഇതിനിടയ്ക്ക് ബാലേന്ദ്രനും മദ്യപിക്കാൻ വേണോ എന്ന് ചോദിക്കുന്നുണ്ട്. അന്നേരം ബാലേന്ദ്രൻ പറയും ഞാൻ കഴിക്കും, പക്ഷേ അങ്ങനെ കഴിച്ചുകൊണ്ട് സംസാരിക്കേണ്ട ഒരു കാര്യമല്ല ഞാൻ സംസാരിക്കാൻ വന്നേക്കുന്നത്, കുറച്ച് നേരം സ്റ്റാൻലിയും കഴിക്കാതിരിക്കുമായിരുന്നെങ്കിൽ നല്ലതായിരുന്നു എന്ന് പറയുമ്പോൾ സ്റ്റാൻലി പറയുന്നുണ്ട് ഒരു മനുഷ്യന് ഏറ്റവും പേടിയുള്ള ഒരു കാര്യമാണ് തോക്കിൻ്റെ മുന്നിൽ മരിക്കാനായിട്ട് നിൽക്കുന്നത്. ആ സമയത്തും എൻ്റെ കയ്യിൽ ഒരു പെഗ് തന്നിട്ടുണ്ടെങ്കിൽ ഞാൻ കൂളായിട്ട് അത് കുടിച്ചുകൊണ്ട് അത് കേട്ടുകൊണ്ടിരിക്കും, അത്രയ്ക്ക് കോൺഫിഡൻസ് ആണ് ഒരു പെഗ് കയ്യിലുണ്ടെങ്കിൽ, അതുകൊണ്ട് അത് പ്രശ്നമില്ല എന്നുള്ള രീതിയിൽ സംസാരിക്കുന്നു. അതിനിടയ്ക്ക് സ്റ്റാൻലിക്ക് ഒരുപാട് സംശയങ്ങൾ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സ്റ്റാൻലി ചോദിക്കുന്നുണ്ട് പാലയിൽ റബ്ബർ എസ്റ്റേറ്റ് ആണോ ഉള്ളത്, അവിടെ റബ്ബറിൻ്റെ നാടാണല്ലോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. ഇനി റബ്ബറുമായിട്ട് ബന്ധപ്പെട്ട് അങ്ങേർക്കും കുറേ എസ്റ്റേറ്റ് ഉണ്ടല്ലോ, അതുമായി ബന്ധപ്പെട്ട് കാണാൻ ചെന്നതാണോ എന്നൊരു സംശയമാണ് ചോദിക്കുന്നത്. അന്നേരം ബാലേന്ദ്രൻ പറയും എനിക്ക് റബ്ബറൊന്നുമില്ല, എനിക്ക് ഗോൾഡ് ബിസിനസ്സും ടെക്സ്റ്റൈൽസും ഹാർഡ്വെയറും ഒക്കെയാണ് എന്ന് പറയുമ്പോൾ അതും നല്ലതാണ്. എന്നാൽ ബാലേന്ദ്രൻ എന്താണ് പറയാനുള്ളത് പറ എന്ന് പറയുന്നു. അങ്ങനെ ബാലേന്ദ്രൻ പറയുവാണ് എനിക്ക് 10-25 വർഷം പഴക്കമുള്ളൊരു കഥയാണ് പറയാനുള്ളത്. ഒരു 10-25 വർഷം മുമ്പ് ആഗ്ര കണ്ടോൺമെൻറ്റിൽ ജോലി ചെയ്തിട്ടുണ്ടോ സ്റ്റാൻലി എന്ന് ചോദിക്കും. അന്നേരം ഞാനവിടെ ജോലി ചെയ്തിട്ടുണ്ട്, എന്താ കാര്യം എന്ന് ചോദിക്കും. അന്നേരം അവിടെ വെച്ച് ഒരു ഗംഗാധര മേനോൻ എന്നൊരു ആളെ പരിചയപ്പെട്ടിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ എൻ്റെ ഓഫീസറായിരുന്നു എനിക്കറിയാം.
അതും ഈ ബാലേന്ദ്രൻ വന്നതും ഒക്കെ ആയിട്ട് എന്താ ബന്ധം എന്ന് ചോദിക്കുമ്പോൾ ബന്ധമുണ്ട്, അതുകൊണ്ടാണല്ലോ ഞാൻ സംസാരിക്കുന്നത് എന്നിങ്ങനെ പറയും. എങ്കിൽ പറയാ എന്ന് പറയും. അന്നേരം ബാലേന്ദ്രൻ പറയുവാണ്, ആ ഗംഗാധര മേനോന് ഒരു പെങ്ങളുണ്ടായിരുന്നു, ആ പെങ്ങളെ സ്റ്റാൻലിക്ക് അറിയാവോ എന്ന് ചോദിക്കുമ്പോഴേക്കും സ്റ്റാൻലിയുടെ മുഖം ഒന്ന് മാറുവേ. എന്നിട്ട് സ്റ്റാൻലി ചോദിക്കും, അതെൻ്റെ പേഴ്സണൽ കാര്യമല്ലേ, അതിനെ താൻ സംസാരിക്കുന്നത്, അതിൻ്റെ ആവശ്യം എന്താണ് എന്ന്. അന്നേരം ആവശ്യമുണ്ട്, അതുകൊണ്ടാണല്ലോ ഞാൻ സംസാരിക്കാനായിട്ട് ഇങ്ങോട്ട് വന്നത്. ആ പെൺകുട്ടിയുടെ പേര് ഇപ്പം ഓർമ്മയുണ്ടോ എന്ന് ചോദിക്കുമ്പോഴേക്കും സ്റ്റാൻലിക്ക് ചെറിയ ഒരു ടെൻഷനും ഇമോഷനൊക്കെ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കയ്യിലിരിക്കുന്ന പെഗ് കാലിയാക്കുന്നുണ്ട്. എന്നിട്ട് ഇങ്ങനെ ആലോചിച്ച് നിൽക്കുമ്പം ആ ആളുടെ പേരറിയാവോ, വൈജയന്തി എന്നാണ് എന്ന് പറയുമ്പോഴേക്കും മുഖമൊക്കെ ഒന്ന് മുറുകി വരുന്നുണ്ട് കേട്ടോ സ്റ്റാൻലിയുടെ. അന്നേരം ബാലേന്ദ്രൻ അതിൻ്റെ കൂടെ ചോദിക്കുവാണ്, ആ വൈജയന്തിയുമായിട്ട് സ്റ്റാൻലി പ്രണയത്തിലായിരുന്നോ, സ്റ്റാൻലി ആ പെൺകുട്ടിയെ പ്രണയിച്ചിരുന്നോ എന്ന് ചോദിക്കുമ്പോഴേക്കും ആകെ ഒരു ടെൻഷനാണ് സ്റ്റാൻലിയുടെ മുഖത്ത്. അതിലേറെ ദേഷ്യവും സങ്കടമൊക്കെ ഇങ്ങനെ കടിച്ചമർത്തേക്കുന്ന ഒരു മുഖഭാവമാണ് ബാലേന്ദ്രൻ്റെ മുഖത്ത്. ഏതായാലും ഇത്രയും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ കഥ തീരുന്നത്.